ദൈവനാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവേശിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന ഫിലിപ്പിയ ലേഖനം 2 അധ്യായം 5 തിരുവചനത്തിലൂടെ ക്രിസ്തുവിൻ്റെ വിനയവും സ്വയം പരിമിതീകരണവും ഫിലിപ്പിയയിലെ സഭ അനുകരിക്കുവാൻ അപ്പോസ്തലൻ ഉപദേശിക്കുന്നു. ക്രിസ്തുവും ഓരോ വ്യക്തിയും തമ്മിലുള്ള സജീവ ബന്ധം അവന് മറ്റുള്ളവരോടുള്ള മനോഭാവത്തിൻ്റെ, അതായത് ഏകഭാവത്തിനും സ്വയം താഴ്ത്തലിനും ശക്തി പകരുന്ന സ്രോതസ്സായി രൂപാന്തരപ്പെടുവാൻ ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഭാജീവിതത്തിലുണ്ടാകുന്ന ഭിന്നതകൾക്ക് പരിഹാരമായി ക്രിസ്തുവിൻ്റെ ദൃഷ്ടാന്തത്തെ ഇവിടെ അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നു. ധാർമ്മികമായ രീതിയിൽ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ പിന്തുടരുന്നതിലല്ല, പിന്നെയോ ക്രിസ്തീയ ജീവിതത്തിലെ എല്ലാ പെരുമാറ്റച്ചട്ടത്തിൻ്റെയും ആധാരശില ക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസമായിരിക്കണം. ക്രിസ്തു ദൈവമായിരുന്നിട്ടും സ്വയം ശൂന്യനാക്കി. താണിറങ്ങി വന്നത് മനുഷ്യ മനസ്സുകൾക്ക് ചിന്തിക്കുവാനും ഗ്രഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഫിലിപ്പിയ ലേഖനം 2 അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് സ്വയ പരിവർജന സിദ്ധാന്തം അഥവാ കെനോറ്റിക് തിയറി രൂപപ്പെട്ടത്. യെശയ്യാ പ്രവചനം 52 അധ്യായം 13 തിരുവചനത്തിലെ കഷ്ടപ്പെടുന്ന ദാസനും 2 കൊരിന്ത്യർ 8:9 പറയുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന ഭാഗവും സ്വയം ശൂന്യമാക്കി എന്നാൽ എന്നും തേജസ്സോടെ ജീവിക്കുന്ന അഖിലാണ്ടത്തിൻ്റെ നാഥനായ ക്രിസ്തുവിനെയാണിത് വെളിവാക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. സ്വയം മഹത്വമണിയുവാൻ ദൈവത്തോട് മത്സരിച്ച ലൂസിഫറിൻ്റെ അനുയായികളാണോ നാം? അതോ ഫിലിപ്പിയർ 2:6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പിതാവാം ദൈവത്തോടുള്ള അനുസരണത്താൽ സ്വയം ശൂന്യനാക്കിയ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവിനെയാണോ നാം മാതൃകയാക്കുന്നത്? അതെ, ഒരു സത്യക്രിസ്ത്യാനിയുടെ ജീവിത മാതൃക ക്രിസ്തു തന്നെ ആയിരിക്കണം. ക്രിസ്തുവിൻ്റെ വിനയവും സ്വയം പരിമിതീകരണവും അനുവർത്തിക്കുവാൻ ഫിലിപ്പിയരോട് ആവശ്യപ്പെട്ടതുപോലെ ഇന്ന് നമ്മോടും ആവശ്യപ്പെടുന്നു. നാം സമ്പന്നരാകേണ്ടതിന് പാപികളായ നമ്മുടെ നിമിത്തം ദരിദ്രനായി തീർന്ന യേശു നമ്മെ വിളിക്കുന്നു. കേട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.